ഹലോ. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണെന്നെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ട്. ഈ ഫുഡൊക്കെ ആണെന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചിലരാണെന്നെങ്കിൽ എനിക്കൊന്ന് സിംഗിൾ ബൈറ്റിലാണെന്നെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സിംഗിൾ ബൈറ്റിൽ ഷവർമ കഴിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. ചില ഒരു വേറൊന്നും സംബന്ധിച്ചാൽ കുപ്പി എടുത്തിട്ട് ഇങ്ങനെ മേലോട്ട് പൊക്കിയിടും. അവിടെ അത് വന്ന് നേരെ വീഴുമ്പോഴത്തേനും വിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനുള്ള കുഴപ്പമെന്നറിയോ, നമുക്ക് ചോക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവം കേട്ടുകൊണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ, അതായത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മൾ ഈസോഫാഗസിനും നമ്മുടെ വായ്ക്കൂടി നമ്മൾ എന്ത് സാധനം എടുത്തെന്ന് പറഞ്ഞാലും ശ്വാസം എടുത്തെന്ന് പറഞ്ഞാലും രണ്ടും കൂടി ആണെന്നെങ്കിൽ ഒരു ഒറ്റ കുഴലോട്ട് പോകുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു അടപ്പണക്കുന്ന സാധനമാണ്. ഓക്കെ, അതിനെയാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് അടയുകയും കറക്റ്റ് തുറക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രീത്ത് എടുക്കുന്ന ലങ്സിലോട്ടും നമ്മൾ കഴിക്കുന്നതാണെന്നെങ്കിൽ ഈസോഫാഗസിലോട്ടും സ്റ്റൊമക്കിലോട്ടും പോകണത്. ഈ കുത്തിക്കയറ്റുമ്പോഴത്തേക്കിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ജാം ആവാനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതാവാനും ചോക്കിങ് ഉണ്ടാവാനും ബ്രീത്ത് കറക്റ്റായി എടുക്കാൻ പറ്റാതെ വരാനും അങ്ങനെയാണെന്നെങ്കിൽ ഡെത്തായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അലേർട്ട് വീഡിയോ ആയിട്ട് കാണുക. ഇനി ചിലപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നെങ്കിൽ കാണാൻ പോകുന്ന ചിലപ്പോൾ ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കുക. മെയിനായിട്ട് ഫുഡ് വെച്ചിട്ട് വായിക്കകത്ത് കുത്തിക്കയറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന അങ്ങനെയുള്ള ഗെയിമുകളിലൊന്നും ഏർപ്പെടാതിരിക്കുക. അതിനകത്ത് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ വേണ്ടിയുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുഞ്ഞിന് കൊച്ചു പിള്ളേരെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യുന്നതുണ്ട്. അപ്പം അവർക്ക് പെട്ടെന്ന് ഗെയിം ജയിക്കണം എന്നുള്ള രീതിയിൽ അവർ പെട്ടെന്ന് ചിലപ്പോൾ എടുത്ത് വായിലോട്ട് കുത്തി തിരികാനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. ഇതാരും അങ്ങനെ അതിനെ ആ രീതി കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ബി കോഷ്യസ്. ഹലോ. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണെന്നെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ട്. ഈ ഫുഡൊക്കെ ആണെന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചിലരാണെന്നെങ്കിൽ എനിക്കൊന്ന് സിംഗിൾ ബൈറ്റിലാണെന്നെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സിംഗിൾ ബൈറ്റിൽ ഷവർമ കഴിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. ചില ഒരു വേറൊന്നും സംബന്ധിച്ചാൽ കുപ്പി എടുത്തിട്ട് ഇങ്ങനെ മേലോട്ട് പൊക്കിയിടും. അവിടെ അത് വന്ന് നേരെ വീഴുമ്പോഴത്തേനും വിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനുള്ള കുഴപ്പമെന്നറിയോ, നമുക്ക് ചോക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവം കേട്ടുകൊണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ, അതായത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മൾ ഈസോഫാഗസിനും നമ്മുടെ വായ്ക്കൂടി നമ്മൾ എന്ത് സാധനം എടുത്തെന്ന് പറഞ്ഞാലും ശ്വാസം എടുത്തെന്ന് പറഞ്ഞാലും രണ്ടും കൂടി ആണെന്നെങ്കിൽ ഒരു ഒറ്റ കുഴലോട്ട് പോകുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു അടപ്പണക്കുന്ന സാധനമാണ്. ഓക്കെ, അതിനെയാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് അടയുകയും കറക്റ്റ് തുറക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രീത്ത് എടുക്കുന്ന ലങ്സിലോട്ടും